ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസമാണ് ഞാനിവിടെ കാണിക്കുന്നത്. സാധാരണത്തേക്കാളും തണുപ്പുണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ നല്ല തണുപ്പുണ്ട്. കുട്ടികൾ രണ്ടാളും എണീറ്റിട്ടില്ല, നല്ല ഉറക്കമാണ്. ഇന്ന് സ്കൂളുള്ള ദിവസമാണ്, നല്ല തിരക്കുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ നേരെ അടുക്കളയിലോട്ട് പോയിട്ട് ചായ വെച്ച് കുടിച്ചു കേട്ടോ. അപ്പോൾ അത് കുടിച്ചു. പിന്നെ തലേ ദിവസം അരച്ച് വെച്ച മാവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ദോശ ചുട്ടിട്ട് പിന്നെ കറിക്ക് നമുക്ക് തലേ ദിവസത്തെ സാമ്പാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കറിയൊന്നും അതുള്ള കാരണം വെച്ചില്ല കേട്ടോ. അപ്പോൾ അതാ കുട്ടികൾക്കൊക്കെ കൊടുത്ത് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതാ മൂത്ത ആളിനെ സ്കൂളിലോട്ട് കൊണ്ടാക്കാൻ പോയിട്ടോ. പിന്നെ അങ്ങനെ അവിടെ നിന്ന് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് തലേ ദിവസം ഉണക്കാനിട്ട തുണികൾ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതാ എടുത്ത് പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാനായിട്ട്. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി എല്ലാവിടെയും ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിതാ ബാക്കിലോട്ട് പോയിട്ടോ. അപ്പോൾ ഈ പുറത്ത് നമ്മുടെ ബാക്കിൽ തൊടിയാണ് കേട്ടോ. അപ്പോൾ അവിടെയുള്ള ഈ തേക്കിൻ്റെ ഇലയൊക്കെ നല്ലപോലെ വീഴും. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ടു കേട്ടോ. പിന്നെ ഉള്ളിലോട്ട് വന്നിട്ട് നമ്മുടെ സോഫയൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ചിട്ടു കേട്ടോ. ഈ സോഫയുടെ വിരി ഞാൻ മീഷോന്ന് മേടിച്ചതാട്ടോ. പിന്നെ റൂമിലോട്ട് കയറി ബെഡ്ഷീറ്റ് എല്ലാം വിരിച്ചിട്ട് അടിച്ചു വാരി തുടച്ചു. പിന്നെ 10 മണിയായപ്പോൾ ഞാനിതാ ചെറിയ ആളെ അംഗനവാടി കൊണ്ടാക്കാൻ പോയിട്ടു. അപ്പോൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അവനവിടെ ഇരുത്തിയ സ്ഥിരമുള്ള ഒരു കരച്ചിലുണ്ടായിരുന്നു കേട്ടോ ഇന്നും. അപ്പോൾ പിന്നെ അവനവിടെ ആക്കി നേരെ വീട്ടിലോട്ട് വന്ന് പച്ചക്കറി വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പച്ചക്കറി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാനിതാ മുറത്തിലോട്ട് കൊട്ടിയിട്ട് ഞാൻ ഈ ഒരു ബോക്സ്, ഈ 6 ബോക്സ് വരുന്നൊരു സെറ്റാണ് കേട്ടോ. ഞാനിത് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ അത് ഓരോന്നിലാക്കി വെക്കും കേട്ടോ ഞാൻ. അപ്പോൾ നമുക്ക് എടുക്കാനും ഭയങ്കര സൗകര്യമാണ്. അതുപോലെ തന്നെ ഫ്രിഡ്ജിലാണെങ്കിലും ഇതെല്ലാം ഒതുങ്ങിയിരിക്കും കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ അതെല്ലാം ആക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നേരാക്കാമെന്ന് വിചാരിച്ചു. മത്തിയാണ് കേട്ടോ, കുഞ്ഞമത്തിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് കറി വയ്ക്കാൻ അത് നേരാക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നേരാക്കി അത് കഴിഞ്ഞപ്പോൾ തലേ ദിവസത്തെ ചോറ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. പിന്നെ നേരാക്കിയ മീനും അതേപോലെ തന്നെ ഉപ്പേരിക്ക് അവരൊക്കെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് രണ്ടും വൃത്തിയാക്കി കഴുകി മൂടി വെച്ചിട്ട് ഞാൻ നേരെ കുളിക്കാൻ പോയി കേട്ടോ. അപ്പോൾ വെള്ളത്തിനൊക്കെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മേല് മാത്രമേ കഴുകിയുള്ളൂ. കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് മുടിയൊന്ന് വാരിക്കെട്ടി നേരെ കിച്ചണിലോട്ട് വന്നു. അപ്പോൾ ഇനി ഇവിടെ കുറച്ച് പണി കൂടി ബാക്കിയുണ്ട്. അപ്പോൾ മീൻകറി വെക്കാനായിട്ട് ഞാനിതാ ചെറിയ ഉള്ളിയാണ് കേട്ടോ, അത് അരിഞ്ഞത് അതിലോട്ടിട്ടു, എണ്ണയിലോട്ടിട്ട് അത് വാടി വന്നപ്പോൾ അതിലോട്ട് തക്കാളി ഇട്ടു. അപ്പോൾ തക്കാളി നന്നായി വാടി വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മുടെ മസാലപ്പൊടികളെല്ലാം ഇട്ടു കേട്ടോ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, അങ്ങനെ അതെല്ലാം ഇട്ട് അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഉപ്പ് ഇട്ടു കേട്ടോ. അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും അപ്പുറത്ത് നമ്മുടെ ചോറ് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ വെച്ചിട്ട് പോയതാണ് കുളിക്കുന്നതിൻ്റെ മുന്നേ. അപ്പോൾ തിളച്ചിട്ടുണ്ട്, സിമ്മിലിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലോട്ട് പുളിവെള്ളം ഒഴിച്ച് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഊറ്റി വെച്ചു. അപ്പോൾ ഊറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ഉപ്പേരി വെക്കാനായിട്ട് ചട്ടി അടുപ്പത്തോട്ട് എന്നിട്ട് അതിലോട്ട് താളിക്കാനായിട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് അതൊന്ന് മൂത്ത് അതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അവരയ്ക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കറി നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. തിളച്ച് വറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചു കേട്ടോ. പിന്നെ മത്തിക്ക് അധികം വേവില്ലാത്ത കാരണം ഒരു 2 തിളച്ചപ്പോഴത്തേക്കും വെന്തു കേട്ടോ. എന്നിട്ട് ഞാൻ അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ കറിയും ഉപ്പേരിയും എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ കഴിക്കാനുള്ള ചോറൊക്കെ എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഇന്നാണ് ഞാൻ ഇഫാ ചിക്കൻ ഉണ്ടാക്കിയത് കേട്ടോ. ഞാൻ ആ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മസാലയെല്ലാം ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴേ നമ്മുടെ ചിക്കനിലോട്ട് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഞങ്ങൾ നമ്മുടെ കപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പുഴുങ്ങിയിട്ട് മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ കപ്പയും മീൻകറിയും കൂടി കൂട്ടി അത് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രൂട്ട്സ് മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴുകിയിട്ട് കുട്ടികൾക്ക് 2 ആൾക്കും അത് മുറിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ 2 ആളും വീടെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്കണവാടിയിൽ നിന്നും അതുപോലെ തന്നെ സ്കൂളിൽ നിന്നൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ട്. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ 2 ആളെയും കുളിപ്പിച്ച് ഇരുത്തി അവർക്ക് മുസമ്പിയൊക്കെ കൊടുത്തു. അപ്പോൾ അവർ ടോം ആൻഡ് ജെറി കാണുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിക്കുന്നതിനിടയ്ക്ക് ചെറിയ ആളുടെ പല്ലിൽ അതിൻ്റെ നാര് കുടുങ്ങിയിട്ട് അവൻ എന്നോട് ടൂത്ത് കേട്ടോ. ടൂത്ത് പിക്കോ? ആ ശരി.
അപ്പോൾ ഇന്ന് വൈകിട്ട് കഴിക്കാനായിട്ട് നമ്മുടെ ഇഫാ ചിക്കൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനിതാ 2 സൈഡും വേവിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അതിലേക്കുള്ള മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ഇതാ ജാറിലോട്ടിട്ട് നമ്മുടെ മയോണൈസ് ഉണ്ടാക്കി അത് അതിലോട്ട് ഒഴിച്ച് അങ്ങനെ ഞങ്ങൾ ഡിന്നർ നമുക്കിന്ന് നമ്മുടെ ഇഫാ ചിക്കനും അതുപോലെ തന്നെ പൊറോട്ടയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അതൊക്കെ കഴിച്ച് അപ്പോൾ രാത്രിയത്തെ ഡിന്നർ അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആ പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. അതൊക്കെ കഴുകി അടുക്കള ഫുള്ള് വൃത്തിയാക്കിയിട്ടു കേട്ടോ. ഞാൻ ഡെയിലി എല്ലാ പാത്രങ്ങളും കഴുകി വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ കിടക്കാറൊന്നും നാളത്തേക്ക് വെക്കാറില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എല്ലാവരുടെയും വൃത്തിയാക്കി സിങ്കൊക്കെ നന്നായിട്ട് ഉരച്ച് കഴുകി അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ പിന്നെ എപ്പോഴും അഴുക്കുണ്ടാവുമല്ലോ, നമ്മളെപ്പോഴും പാചകം ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അവിടെ എല്ലാം വൃത്തിയാക്കി തുടച്ച് ഇട്ടതിന് ശേഷം നേരെ കുറച്ച് നേരം അവരെല്ലാവരും ഇരുന്ന് ടി വി കാണുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും കുറച്ച് നേരം അവരുടെ ഒപ്പം പോയിരുന്നിട്ട് ടി വി കണ്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ റൂമിലോട്ട് പോയി. അപ്പോൾ നമ്മുടെ നമ്മളിതാ ബെഡ് വിരിച്ച് അതൊക്കെ വിരിച്ച് കഴിഞ്ഞു. പിന്നെ ഇതാ ഇവർ ടി വി കാണൽ ഇനിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ചെറിയ ആൾ വണ്ടി ഓട്ടിച്ച് കളിക്കുകയാണ് കേട്ടോ. സ്റ്റിയറിങ്ങും അതിൻ്റെ ചൂരലുണ്ട് കേട്ടോ വടി. അപ്പോൾ അത് ഗിയറൊക്കെ ആയിട്ട് കളിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളിതാ റൂമിലോട്ട് നേരെ വന്നു. 4 ആളും കൂടി കടന്നു. അങ്ങനെ കുട്ടികളെ ഉറക്കാൻ വേണ്ടിയിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്